2024 ജൂലൈ 30 അർദ്ധരാത്രിയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാടിന് നഷ്ടമായ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിലാണ് മാനന്തവാടി രൂപതയിലെ ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങളുടെ ഓർമ്മ പുതുക്കി ചൂരൽമല ഇടവക കുടുംബം. ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ദിവ്യബലിക്ക് കൽപ്പറ്റ ഫൊറോന വികാരി ഫാദർ ബിജു കോയിക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജിജോ പല്ലാട്ടുകുന്നേൽ, മുൻ വികാരി ഫാദർ സണ്ണി മഠത്തിൽ, ഫാദർ ജിയോ നമ്പുടാകം എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടവക കുടുംബത്തിൽ നിന്നും വേർപെട്ടുപോയ 9 പേരുടെയും ആത്മശാന്തിക്കായി പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും അർപ്പിച്ചു. തുടർന്ന് ദേവാലയ സെമിത്തേരിയിൽ പരേതർക്കായി പ്രത്യേക ഒപ്പീസ് പ്രാർത്ഥനയും നടന്നു. ദുരന്തത്തിന് ശേഷം നമ്മുടെ ജീവിത സരണികളിലെല്ലാം നമ്മളെ സഹായിച്ച വ്യക്തികളെയൊക്കെ നമുക്കൊന്ന് അനുസ്മരിക്കാം. മാനന്തവാടി രൂപതയും അഭിമന്യ ജോസ് പരുന്തണ്ട പിതാവും കുര്യയിലെ ബഹുമാനപ്പെട്ട വൈദികരും രൂപതയുടെ നേതൃത്വത്തിൽ ധാരാളം സഹായങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഗവൺമെന്റ് സംവിധാനങ്ങളും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദവുമെല്ലാം നിരന്തരം നമ്മളെ സഹായിച്ചു. അവരെയൊക്കെ നമുക്ക് നന്ദിപൂർവ്വം അനുസ്മരിക്കാം. ഭവനമില്ലാത്തവർക്ക് പുനരധിവാസത്തിനും ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റ് ജോലികളും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചെറുകിട വ്യവസായ ശൃംഖലകളെല്ലാം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ എല്ലാ കോണിൽ നിന്നും നമുക്ക് ലഭിച്ചു. ധാരാളം പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ദിവസമായിട്ട് ഈ ഒരു അനുസ്മരണ ദിവസം മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആ ഒരു ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും വിഷമങ്ങളെയും ഒക്കെ തരണം ചെയ്യാനുള്ള ഒരു മനോബലത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. വേർപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കി കുടുംബാംഗങ്ങളും വിശ്വാസികളും ചടങ്ങിൽ പങ്കുചേർന്നു. സമർപ്പിതരും ഇടവക ട്രസ്റ്റികളും അനുസ്മരണ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഷെഖൈന ന്യൂസ്, വയനാട്.